Seventh one is email, that is electronic mail. It's a store and forward method of composing, sending, receiving and storing messages over electronic communication system. ഇത് ജസ്റ്റ് ഇതിൻ്റെ മീനിങ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇമെയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഇമെയിൽ അഡ്രസ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആ ഇമെയിൽ അഡ്രസ്സ് വഴി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ മെസ്സേജസ് അല്ലെങ്കിൽ ഇമേജസ്, വീഡിയോസ്, അറ്റാച്ച്മെൻറ്റ്സ്, അങ്ങനെ എന്ത് കാര്യമായാലും നമ്മൾ ഏതൊരു അഡ്രസ്സിലേക്കാണോ അയക്കുന്നത് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവിടെ നിന്ന് റിസീവ് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ ഈ മെയിൽ എന്നതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ എപ്പോഴും എഴുതാൻ മറക്കരുത്. ഇലക്ട്രോണിക് മെയിൽ എന്നതാണ്. അത് നമുക്ക് കമ്പോസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും. അതായത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിസീവ് ചെയ്യുക, നമുക്ക് ഡ്രാഫ്റ്റായിട്ട് വേണമെങ്കിൽ മെസ്സേജായിട്ട് വേണമെങ്കിൽ വയ്ക്കാം. ആൻഡ് ഇത് നമ്മൾ എന്തിലൂടെയാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ സിസ്റ്റം ഉപയോഗിക്കുന്നു, ഇൻ്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നു, അതുവഴിയാണ് നമ്മൾ ഇമെയിൽസൊക്കെ മറ്റുള്ള സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റലായിട്ട് പണ്ട് അയച്ചിരുന്ന കത്തുകൾ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഇമെയിൽ വഴി. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറച്ചും കൂടിയും കുറയാനായിട്ടുള്ള ചാൻസസ് ആണുള്ളത്. പിന്നെ ഡിലേ കുറച്ച്, ഇപ്പം നെറ്റ് കണക്ഷനൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു വിധമൊക്കെ ഒരു 80% ഒക്കെ നമുക്ക് അതാത് സമയത്ത് കൃത്യസമയത്ത് ജസ്റ്റ് ഒരു ഇമെയിൽ അയയ്ക്കുക. നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇമെയിൽ വഴി സെൻഡ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നേരിട്ട് എത്തുന്നതിനേക്കാൾ അതിൻ്റെ തന്നെ ഇമ്പോർട്ടൻസിൽ നമുക്ക് ഒരാൾക്ക് ഇമെയിൽ അയക്കുന്നു, ഒഫീഷ്യലായിട്ടൊരു കമ്പനിയിലേക്ക് ഇമെയിൽ അയക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഹാജരാവേണ്ട ഒരു സ്ഥലത്തേക്ക് ഇമെയിൽ ഒഫീഷ്യലായിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ രേഖയായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും തന്നെയുണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഇമെയിൽ അഡ്രസ്സ് അല്ലെങ്കിൽ ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും ഇമെയിൽ തന്നെയാണ് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 8th വൺ ഈസ് ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾ നമുക്ക് കൂടുതൽ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതുമാണ്. പക്ഷേ നമ്മളിത് പറയുമ്പോൾ അത് നമ്മൾ മീനിങ് ആയിട്ട് തന്നെ പഠിക്കണം. ഇറ്റ് ഈസ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ദാറ്റ്സ് ദ ഫസ്റ്റ് വേർഡ്. നിങ്ങൾ ആലോചിക്കേണ്ട അത്രയാണ്. ഒരു കൂട്ടമാണ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കുകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻ, അവർ തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ ഇവിടെ ഇൻ്റർനെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് മില്യൺ ഓഫ് സ്മോളർ ഡൊമസ്റ്റിക് അക്കാഡമിക് ബിസിനസ് ഗവൺമെൻറ് നെറ്റ്വർക്ക് വിച്ച് ടുഗദർ ക്യാരി വേരിയസ് ഇൻഫർമേഷൻ ആൻഡ് സർവീസ്. ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നെറ്റ്വർക്കുകളാണോ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് അല്ലെങ്കിൽ ടുഗെദർ ആക്കുന്നത് ഏതിനൊക്കെയാണ്? ചെറിയ വീട്ടിലുള്ള നെറ്റ്വർക്ക്, നമ്മൾ വീട്ടിലെടുക്കുന്ന ഇൻ്റർനെറ്റ് കണക്ഷൻ മുതൽ അതുപോലെ തന്നെ അക്കാഡമിക്കായിട്ട് നമുക്ക് സ്കൂളിൽ, കോളേജസിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ, ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഇവിടെയുള്ള എല്ലാ നെറ്റ്വർക്കുകളായിട്ട് നമ്മളൊരു കൊളാബറേഷൻ ഉണ്ടാക്കുകയാണ്, എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ്. അതിനെയാണ് നമ്മളിവിടെ ഇൻ്റർനെറ്റ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. ബിക്കോസ് നമ്മളിപ്പോൾ ക്ലാസ് നടത്തുന്നതായാൽ പോലും അത് ഈ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻസിൽ തന്നെയാണ്. അപ്പം നമുക്ക് പല രീതിയിലുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ സഹായിക്കുന്നത് ഇൻ്റർനെറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ പണ്ടത്തെ പോലെയല്ല. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും സംശയം വന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി എങ്ങനെയാണ്? ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എല്ലാ ബുക്സും അവൈലബിൾ ആണ്, എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആണ്. സോ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്യേണ്ട ടൈം മാത്രമാണ് അവിടെ. നമുക്കൊരു സമയം അതിന് വേണ്ടി മാത്രമാണ് നമുക്കിവിടെ സമയം പോകുന്നതായിട്ടുള്ളൂ. ഇൻ കേസ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ അത് അത്രയും ഹൈ ആണ് താനും. അപ്പോൾ അത്രയും പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഡാറ്റാസും ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആണ്, വിത്തിൻ സെക്കൻഡ്സ് ആണ്. അതാണ് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്നുള്ളത്. ഇനി 9th വൺ നോക്കാം. ഫാക്സ്. എ ഡോക്യുമെൻറ്റ് ഇസ് ഫെഡ് ഇൻ ട്രാൻസ്മിറ്റിംഗ് ആൻഡ് വിച്ച് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രോണിക് സിഗ്നൽസ്. ഫാക്സ് മെഷീൻസ് ഇപ്പോഴും നമ്മൾ ഫാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പനീസിലും അതുപോലെ തന്നെ വലിയ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ അക്കാഡമിക് പർപ്പസ്, അതായത് നമ്മൾ കോളേജസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ നമ്മളിപ്പോഴും ഫാക്സ് പൊതുമേഖല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയാണ് അത് ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ ഏതൊരു ഡോക്യുമെൻ്റ് ആണോ ആ ഡോക്യുമെൻറ്റിനെ അതേ രൂപത്തിൽ, ആ പേപ്പർ രൂപത്തിൽ നമ്മൾ ഈ ഫാക്സ് മെഷീനിലേക്ക് കയറ്റി അതിനൊരു ഇലക്ട്രോണിക് സിഗ്നലുകളാക്കിയിട്ട് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ആ കാര്യം, അതായത് പേപ്പറിലുള്ള കണ്ടൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഇമേജസ് ആയിരിക്കാം, എന്ത് കാര്യമായാലും അതിനെ നമ്മൾ
പേപ്പർ രൂപത്തിൽ തന്നെ അപ്പുറത്തുള്ള റിസീവർ എൻഡിലേക്കും അതേ രൂപത്തിൽ തന്നെ നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് ത്രൂ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സിഗ്നൽസ്. ദീസ് സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ടെലിഫോൺ ലൈൻസ് ടു അനദർ ഫാക്സ് which requires these signals into printed out hard copy. അതായത് നമ്മൾ ഫാക്സ് മെഷീനുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ടെലിഫോൺ വഴിയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക നമ്പറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് റിസീവറിൻ്റെ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആ ഫാക്സ് മെഷീൻ്റെ ആ ഒരു നമ്പറിലേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫാക്സിൻ്റെ എന്താണോ നമ്മൾ ഫാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ആ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതേ കോപ്പി തന്നെ അവിടെയും കിട്ടുന്നു. അതായത് ഒറിജിനൽ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഒരിക്കലും അതൊരു ഫോട്ടോ കോപ്പി എന്നുള്ള നിലയ്ക്കല്ല, നമ്മളത് ഒറിജിനലായിട്ട് തന്നെ അതേ ഫോമിൽ തന്നെ ഇതിലെങ്ങനെയാണോ ഉള്ളത്, ഇപ്പോൾ ഇതിൽ കളർ ഫോർമാറ്റിലാണെങ്കിൽ അതിലും അങ്ങനെ തന്നെ, അതായത് ഏത് തരത്തിലാണോ നമ്മൾ അയക്കുന്നത് അതേ തരത്തിൽ തന്നെ അവിടെ എത്തുന്ന തരത്തിൽ ഉള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫാക്സ് മെഷീൻ. അത് ഹാർഡ് കോപ്പി ആയിട്ടാണ് കിട്ടുക, അതായത് നമ്മുടെ കയ്യിൽ റിട്ടേൺ ഫോമിൽ തന്നെയാണ് അത് കിട്ടുക. ദ റിസീവിങ് ഫാക്സ് മെഷീൻ സെൻസ് ദ കൺഫർമേഷൻ റിസിപ്റ്റ് ഫോർ ദ എൻറ്റയർ മെസ്സേജ്. അതായത് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഈ അയച്ചിരിക്കുന്ന ഫാക്സ് മെഷീനിലേക്ക് കൺഫർമേഷൻ മെസ്സേജ്, അതായത് ഇവിടെ നിങ്ങൾ അയച്ചിരിക്കുന്ന ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ സെൻഡ് ഐറ്റം ഡോക്യുമെൻറ്റ് ഇവിടെ കിട്ടി എന്നുള്ള ഒരു കൺഫർമേഷൻ മെസ്സേജ് കൂടി തിരിച്ച് ഫാക്സ് മെഷീന് അയക്കാനായിട്ട് ഇതിന് സാധിക്കുന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഫാക്സ് മെഷീന് നമ്മളുടെ രീതിയിൽ അയക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസ് നടക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമുക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്, അങ്ങനെ ഉണ്ടാവുന്നതാണ് പല സ്ഥാപനങ്ങളിൽ. അപ്പോൾ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നു, പെട്ടെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമുക്ക് വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൊടുത്തു തുടങ്ങി എന്ന് തന്നെ വിചാരിക്കുക. ഒരു ഹാഫ് ആൻ അവർ ആയിട്ടില്ല, ഒരു 10 minutes ആയിട്ടുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ കണ്ടു അത് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു എന്നുള്ള ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ നമ്മൾക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് വിവരം കൊടുക്കുമ്പോൾ അവിടുത്തെ ഫാക്സ് മെഷീനിൽ നിന്ന് പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടേക്ക്, അതായത് നമ്മുടെ കോളേജോ ഏത് സ്ഥാപനത്തിലേക്കാണോ അത് ആവശ്യം അത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് അവർ ഫാക്സ് ചെയ്യും. അപ്പോൾ നമ്മുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ ആ ഫാക്സ് മെഷീനിലേക്ക് ആ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, സെയിം മീൻസ് അവിടെ നിന്ന് അയക്കുന്ന പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ ഫോർമാറ്റിൽ ഇവിടെ എത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ കോപ്പീസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റുഡൻസിനൊക്കെ വിതരണം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഡിലേ ആയാൽ പോലും ഒരു 15 minutes ഡിലേ ആയാൽ പോലും എന്താണ് നമുക്ക് കറണ്ട് ആയിട്ടുള്ള ആവശ്യം നടക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഫാക്സ് മെഷീൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പല ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ ജയിൽ പുള്ളികളുടെ പിക്ചേഴ്സൊക്കെ ഒരു മെഷീനിൽ കൂടെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. അതൊക്കെ ഈ ഫാക്സ് മെഷീനിന് എക്സാമ്പിൾസ് ആണ്. അതായത് രേഖാചിത്രം വരച്ചിട്ട് അവിടെ നിന്ന് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് അവർ ഫാക്സ് ചെയ്യുന്നു, അപ്പോൾ തന്നെ ഇവിടെ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ ആ ഒരു പുള്ളിയുടെ. നിങ്ങൾ പല ഫിലിംസിലും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ഫാക്സ് മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയാനുള്ളത്. 10th one is memo. എന്താണ് മെമ്മോ നമുക്ക് നോക്കാം. A memorandum known as memo is a written statement that is prepared especially for a person or a committee in order to give the information about a particular matter. അതായത് ഇവിടെ നമ്മൾ മെമ്മോ എന്ന് പറയുന്നത് മെമ്മോറാണ്ടത്തിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ മെമ്മോ എന്ന് പറയാം. അതെന്താണ്? അതൊരു റിട്ടൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഒരു ആളോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിവുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മോസ് പ്രിപ്പയർ ചെയ്യുന്നത്. എ മെമ്മോ ഈസ് യൂസ്ഡ് ഫോർ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ഓർ ബിറ്റ്വീൻ ഓഫീസേഴ്സ് ഓഫ് ദ സെയിം ലെവൽ. നമ്മൾ മെമ്മോസ് എപ്പോഴും അത് പ്രിപ്പയർ ചെയ്യുക. മെമ്മോസ് എപ്പോഴായിരിക്കും അത് പ്രിപ്പയർ ചെയ്യുക? എപ്പോഴും കമ്പനിയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ചുരുക്കം പേരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ കമ്പനിയിലാണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ടീവ്സും അതുപോലെ തന്നെ അതായത് ടോപ്പ് എക്സിക്യൂട്ടീവ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെ പോലെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് അവരെ എന്തെങ്കിലും പ്രത്യേക വിവരം അറിയിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെമ്മോസ് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഓർ ബിറ്റ്വീൻ ഓഫീസേഴ്സ് ഓഫ് ദ സെയിം ലെവൽ, ഒരേ ലെവലിലുള്ള ഓഫീസേഴ്സ്. ഇപ്പോൾ ഓഫീസേഴ്സ് HR ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരിക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള
ഒരേ തസ്തികയിൽ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് തമ്മിൽ ആശയവിനിമയം നടത്താൻ അല്ലെങ്കിൽ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മെമ്മോ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു ഇൻഫോം സ്റ്റാഫ് അബൌട്ട് ദ പോളിസി ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മൾ ബിസിനസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ സ്ഥാപനത്തിൽ നടക്കുന്ന പല കാര്യങ്ങളിലും എന്തെങ്കിലും മാറ്റം, പോളിസിയിൽ എന്തെങ്കിലും ചേഞ്ചസ്, നമ്മൾ ടാർഗറ്റ് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മോസ് യൂസ് ചെയ്യുക. അപ്പോൾ അത്രയും കാര്യം നമുക്ക് ഇതിൽ പറയാനുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ടാർഗറ്റിലുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡക്ഷനിലുള്ള മാറ്റങ്ങൾ, അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, നമ്മൾ മുന്നേ തീരുമാനിച്ച സ്ട്രാറ്റജീസ് അല്ലാതെ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഷോർട്ടായിട്ട് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെമ്മോസ് ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ പുറമേ ഇപ്പം കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിലല്ലെങ്കിൽ നമ്മൾ മെമ്മോസ് ഉപയോഗിക്കുന്നത് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, എക്സാമ്പിളായിട്ട് പറഞ്ഞിരുന്നതാണ്, മുന്നത്തെ ക്ലാസ് കേട്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ ഈ അഡ്മിഷനൊക്കെ പണ്ട് കാലത്തൊക്കെ നമുക്ക് മെമ്മോസ് ആണ് ഓരോ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ അഡ്രസ്സിൽ അയക്കും. ഈ ഡേറ്റ് വെച്ചിട്ടുണ്ടാവും, പ്ലേസ് വെച്ചിട്ടുണ്ടാവും, വെന്യൂ വെച്ചിട്ടുണ്ടാവും, ഇത്രാം തീയതി ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം എന്നുള്ളത്. അതിൻ്റെ ഹെഡിങ് ആയിട്ട് അവർ മെമ്മോ എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. അത് ഇൻ്റർവ്യൂസിന് ചെറിയ കാർഡുകൾ അയക്കുമ്പോഴും ഇതുപോലെ തന്നെ മെമ്മോസ് ആയിട്ട് ഇന്ന സ്ഥലത്ത് ഇത്രാം തീയതി ഇത്ര മണിക്ക് എത്തിച്ചേരണം എന്നുള്ള രീതിയിൽ നമ്മൾ ഷോർട്ടായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതൊരു രേഖയാണ്. നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ അതുമേ നമ്മൾ എപ്പോഴാണോ ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുമേ ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഇപ്പോൾ 1050 അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടെങ്കിൽ അത് ആ മെമ്മോമേ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത് നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നതെന്നുള്ളത് നമ്മൾ ഈ മെമ്മോ കാണിച്ചിട്ടായിരിക്കണം നമ്മൾ അവിടേക്ക് അഡ്മിഷനായാലും ഇൻ്റർവ്യൂവിനായാലും നമ്മൾ പോകേണ്ടത്. അത്രയേ ഉള്ളൂ. അത്രേ ചെറിയ ഷോർട്ടായിട്ട് നമുക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മെമ്മോസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം, നോട്ടീസ്. നോട്ടീസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ when the same information has to be given to many people. It should be short and simple. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ നോട്ടീസ് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിൽ കൊടുക്കുന്ന നോട്ടീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനായിരിക്കാം ഒരേ ഇൻഫർമേഷൻ തന്നെ ഒരുപാട് പേർക്ക്, നേരത്തെ നമ്മൾ മെമ്മോ പറഞ്ഞത് കുറച്ച് പേർക്ക് കൊടുക്കുക എന്നുള്ള ഫ്യൂ പീപ്പിളായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സെയിം ലെവലിലുള്ള ഓഫീസേഴ്സ് അത്രയും പേരെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇവിടെ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നോട്ടീസ് എന്ന് പറയുമ്പോൾ ഒരേ കാര്യം തന്നെ, സെയിം ഇൻഫർമേഷൻ തന്നെ ഒരുപാട് പേർക്ക് എത്തിക്കണമെങ്കിലാണ് നമ്മൾ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ആൻഡ് സിമ്പിൾ. അത് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 പേജസ് ആയിട്ടാണോ നിങ്ങൾക്ക് കിട്ടാറ്? നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം ഇപ്പോൾ കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ടൗണിലോ എവിടെയെങ്കിലും പോകുമ്പോൾ നോട്ടീസ് പലരും കൊണ്ടുവന്ന് തരാറുണ്ട് അല്ലേ? എന്തെങ്കിലും എക്സിബിഷൻ നടക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗാർഡനിങ് ഷോ നടക്കുന്നതോ എന്തെങ്കിലും സർക്കസ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ടൗണിൽ അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റിൽ ആ ജില്ലയിൽ എന്തെങ്കിലും നടക്കാൻ പോകുന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് നമുക്ക് നോട്ടീസ് തരും അവർ. അതൊരിക്കലും 2-3 പേജൊന്നും ഉണ്ടാവില്ല, ഒറ്റ പേജ് ഉണ്ടാവുള്ളൂ, സിമ്പിളായിട്ടായിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കത് വായിച്ച് ഇൻട്രസ്റ്റബിൾ ആയിട്ടുള്ള മാറ്റർ ആണെങ്കിൽ നമ്മളത് വായിക്കും, അതിൽ പങ്കെടുക്കും. ചില കോൺടെസ്റ്റുകൾ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ ആയിട്ടായിരിക്കും നോട്ടീസ് നമുക്ക് പൊതുവിൽ കിട്ടാറുള്ളത്. പക്ഷെ കമ്പനിയിലാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എല്ലാവർക്കും എത്തിക്കാൻ, കമ്പനിയിലുള്ള എല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. അത് പല കാര്യങ്ങളായിരിക്കാം, സാലറി സംബന്ധമായിട്ടുള്ളതായിരിക്കാം, എന്തെങ്കിലും മീറ്റിങ്ങിൻ്റെ കാര്യമായിരിക്കാം, എന്തെങ്കിലും ഇവൻറ്റുകൾ, നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഫങ്ഷൻസ് നമ്മൾ ഇൻവെൻറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ആനുവൽ മീറ്റ് എന്തെങ്കിലും ഉണ്ടാവാൻ പോകുന്നു, വർഷത്തിലൊരിക്കൽ നമ്മൾ നടത്തുന്ന അവാർഡുകൾ, ബെസ്റ്റ് എംപ്ലോയിക്കുള്ള അവാർഡ്സൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗ്ഷനെ കുറിച്ചൊക്കെ ആയിരിക്കാം നമുക്ക് നോട്ടീസൊക്കെ ആയിട്ട് തരുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക് സർക്കുലർ. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സ് ഓൺ എ സ്പെസിഫൈഡ് മാറ്റർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, it should be duly signed by the authorized signatory or the issuing officer. ഇത് ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ആണ്. എന്തൊക്കെയായിരിക്കും സർക്കുലറിൽ ഉണ്ടായിരിക്കുക? നോട്ടീസ് പോലെയല്ല. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റ് ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം, ആ സ്ഥാപനത്തിൽ നമ്മൾ പാലിക്കണം, എന്തൊക്കെ നമ്മൾ അനുസരിക്കണം, ഓർഡറുകൾ ഉണ്ടായിരിക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്തേ പറ്റൂ, അങ്ങനെയുള്ള ഓർഡേഴ്സ് ഉണ്ടായിരിക്കാം. ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ഓൺ എ സ്പെസിഫൈഡ് മാറ്റർ, ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ്, ഓർഡേഴ്സൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെയാണ് നമ്മളിവിടെ സർക്കുലർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നോട്ടീസും മെമ്മോവും വ്യത്യസ്തമായിട്ട്, മെമ്മോയിൽ മേ ബി ഉണ്ടായിരിക്കാം പക്ഷേ നോട്ടീസിൽ ഒരിക്കലും ഉണ്ടാവില്ല.
അതൊരു അൺഒഫീഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ എന്ന് ഫുള്ളി നമുക്ക് എന്ത് രേഖാപരമായിട്ടുള്ള അങ്ങനെ നമുക്ക് കൂടുതൽ ഹൈക്ക് ചെയ്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് നോട്ടീസ്. പക്ഷേ സർക്കുലർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഓതറൈസ്ഡ് സിഗ്നേച്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ആ സ്ഥാപനത്തിൻ്റെ മേധാവി, ഏതൊരു സ്ഥാപനമാണോ സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ആ സ്ഥാപനത്തിൻ്റെ മേധാവിയുടെ ഒപ്പും സീലും ഒക്കെ ഈ സർക്കുലറിൽ ഉണ്ടായിരിക്കും. അതായത് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഇപ്പോൾ കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂലാണ് ആ മെഷീനറി എന്തെങ്കിലും എന്താ പറയുക, ഇപ്പോൾ ട്രേഡ് യൂണിയനുകളുണ്ടല്ലോ, അപ്പോൾ ട്രേഡ് യൂണിയനുകളുടെ പ്രഷർ കൊണ്ട് മേ ബി ചിലപ്പോൾ കമ്പനി ഒരു 3 ആഴ്ചത്തേക്ക് അടച്ചിടാൻ പോകുന്നു, ക്ലോസ് ഡൗൺ ചെയ്യാൻ പോകുന്നു. പല കമ്പനീസിലും നമുക്കറിയാം ഇപ്പോൾ സാലറി കൂട്ടിത്തരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമരം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവർക്ക് എതിരെ വേണമെങ്കിൽ സർക്കുലർ ഇറക്കാം, അല്ലെങ്കിൽ അവരെ പിരിച്ചുവിടും. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചു കയറിയില്ലെങ്കിൽ അവരെ പിരിച്ചുവിടും, അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്ക് ഈ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാൻ പോവുകയാണ്. അത് ആ കാര്യം കൊണ്ടാവില്ല, മേ ബി വേറെ വല്ല കാര്യം കൊണ്ട്. ഇപ്പോൾ റോ മെറ്റീരിയൽ നമുക്ക് കറക്റ്റ് സമയത്ത് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എത്തിയില്ലെങ്കിൽ നമ്മൾ 1 മാസത്തേക്ക് ചിലപ്പോൾ കമ്പനി അടച്ചിടാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് കമ്പനി ലീവായിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെയുള്ള കമ്പനിയിലുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സർക്കുലർ ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ആർക്കാണോ കിട്ടേണ്ടത് അവരുടെ സിഗ്നേച്ചർ അതിൽ മേ ബി ഒരു സ്ഥലത്ത് അവർ ഒപ്പിട്ട് ഡേറ്റ് ഇട്ട് വാങ്ങിക്കാറുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കൊടുക്കുന്നത്, അതായത് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അത് കൊടുക്കുന്നതെങ്കിൽ ആ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ അത് വായിച്ച് ഒപ്പിട്ട് ബാക്കി എല്ലാവരെയും വായിച്ച് കേൾപ്പിച്ചിട്ട് വേണം അത് സൈൻ ചെയ്യാനായിട്ട്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് മുഴുവൻ ഈ വിവരം അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സർക്കുലേഴ്സ് ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സില്ലാത്തതുകൊണ്ട് അറിയില്ല, ഇപ്പം നമുക്ക് എക്സാമ്പിൾ കോളേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, എക്സാമ്പിളാണ് പറയുന്നത്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഡിസംബർ 23rd കോളേജ് അടയ്ക്കുന്നു, റീ ഓപ്പൺ ചെയ്യുന്നത് January 3rd, എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ പ്രിൻസിപ്പൾ നമുക്ക് സർക്കുലറായിട്ടാണ് തരിക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിലുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ആ സർക്കുലർ വായിച്ച് സൈൻ ചെയ്ത് കൊടുക്കും. അതായത് സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ ആ മാറ്റർ അവതരിപ്പിക്കും, ഇതാണ് സർക്കുലറിൻ്റെ മാറ്റർ എന്നുള്ളത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് സൈൻ ചെയ്ത് കൊടുക്കും. അതൊക്കെ നമുക്ക് സർക്കുലറിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. എപ്പോഴും ഇതിലൊരു മേധാവി, സ്ഥാപന മേധാവിയുടെ സൈൻ അതിലുണ്ടാവും എന്നുള്ളതാണ് ഇതിലത്തെ ഹൈലൈറ്റ്, അത് മറക്കാതിരിക്കുക. ഇനി ലാസ്റ്റ് പോയിൻറ്റ്, ലാസ്റ്റ് മീഡിയ ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ് മിനിറ്റ്സ്. It is a written record of decisions taken at a meeting. They are legal documents. It may be written by hand or typed and filed in a minute file. ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത് നമ്മളെപ്പോഴും ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ മീറ്റിങ്ങിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളത് എഴുതി വയ്ക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ്, ഒരു റിട്ടൺ റെക്കോർഡിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റാണ്. അപ്പോൾ ഈ ലീഗൽ ഡോക്യുമെൻ്റ്, അതായത് ഓരോ മീറ്റിങ്ങും കണ്ടക്ട് ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിറ്റ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബുക്കും തയ്യാറാക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുക കേട്ടോ. ഇറ്റ് ഈസ് മേ ബി റിട്ടൺ, അത് നമ്മൾ ഒന്നുകിൽ ആ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് എഴുതുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രിൻറ്റഡ് ഫോമിൽ നമ്മൾ ഫയലിൽ പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കുന്നതുമായിരിക്കാം. അപ്പോൾ ഇത് സൂക്ഷിക്കുന്ന ബുക്കിന് നമുക്ക് മിനിറ്റ്സ് ബുക്ക് എന്ന്, നമ്മൾ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ അതിന് നമുക്ക് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയാൻ സാധിക്കും. അത്രയും നമുക്ക് ഇതിൽ കൂടുതൽ മനസ്സിലാക്കാനുള്ളൂ. അത് ഇപ്പോൾ നമ്മളൊരു മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ എഴുതില്ല. അതായത് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി സംസാരിച്ചു, ചെറിയ ടോക്സ്, അതൊന്നുമല്ല എഴുതുക. നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ആ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് അതിൻ്റെ ഡിസിഷൻസ്, അതിൽ നിന്ന് വന്നിട്ടുള്ള തീരുമാനങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്യുന്നു. അത് സെൻറ്റൻസ് ആയിട്ട് എഴുതിയിട്ട് അതിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഒപ്പുകൾ നമ്മൾ മേടിച്ചു വയ്ക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിനിറ്റ്സ് ബുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. Next topic is non-verbal communication.
നമ്മൾ ഓൾറെഡി വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൈപ്സ് ക്ലാസിഫിക്കേഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓറൽ ആൻഡ് റിട്ടേൺ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇതിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. സിമ്പിളാണ് എങ്കിൽ കൂടി നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന മീനിങ്സ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നോക്കാം. ഇറ്റ് ഈസ് എനി കമ്മ്യൂണിക്കേഷൻ വിതൗട്ട് ദ യൂസ് ഓഫ് വേർഡ്സ്. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാതെ തന്നെ എന്തൊക്കെ പറയുന്നോ അതിനെ നമുക്ക് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഇൻവോൾവ്സ് നൈദർ റിട്ടൺ നോർ സ്പോക്കൺ വേർഡ്സ് ബട്ട് ഓഫൺ ഒക്കേഴ്സ് വിത്ത് അനദർ ആസ്പെക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ ഡെഫിനിഷനായിട്ട് ഇവർ പറയുന്നത് ഇതിൽ റിട്ടൺ വേർഡ്സോ അതുപോലെ തന്നെ നമ്മൾ വാക്കുകൾ കൊണ്ട് പറയുന്ന വേർഡ്സ് അതൊന്നും ഇതിൽ നോൺ വെർബലിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇത് രണ്ടുമല്ലാതെ മറ്റൊരു തരത്തിലുള്ള ലാംഗ്വേജ് എന്താണോ അതിനെയാണ് നമ്മളിവിടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കോർഡിംഗ് ടു സയൻറ്റിഫിക് അനാലിസിസ്, man communicates verbally 7%, bodily movements and gestures 55%, and voice tone and inflection 38%. അതായത് പല പഠനങ്ങളും സയൻറ്റിഫിക്കായിട്ട് പഠനങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മളൊരു മനുഷ്യൻ സാധാരണഗതിയിൽ വാക്കുകൾ കൊണ്ട് വെർബലായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെറും 7% പറയുന്നത്. ബാക്കി വരുന്നത് ഏതൊക്കെയാണ്? ബാക്കി വരുന്ന 55% വരുന്നത് നമ്മുടെ നമ്മുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റ്സ്, അതിൽ നിന്നുണ്ടാകുന്ന അനക്കങ്ങൾ, അതിൽ നിന്നുണ്ടാകുന്ന പലതരം ജസ്റ്റേഴ്സ്, പലതരം ആക്ഷൻസ്, രൂപങ്ങൾ അല്ലെങ്കിൽ സൈനുകളൊക്കെ നമ്മൾ പുറപ്പെടുവിക്കുന്നു. അതാണ് ബാക്കി 55% വരുന്നത്. ഇനി അത് കൂടാതെ വരുന്നത് നമ്മുടെ വോയിസ് ടോൺ ആൻഡ് ഇൻഫ്ലക്ഷൻ. അതായത് നമ്മൾ പറയുമ്പോൾ വരുന്ന ഒരു ശബ്ദം, അതുപോലെ തന്നെ ആ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന സൗണ്ടുകൾ, ഒരു ടോൺ, ഒരു പ്രത്യേക ടോണിൽ സംസാരിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ, അത്. പിന്നെ ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് നമ്മൾ പറയുക എന്നുള്ളൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറയുമ്പോൾ ഒരു ഓളം അല്ലെങ്കിൽ ഒരു ഫ്ലോ എന്ന് പറയില്ലേ, ഒരു ഫ്ലോയിൽ നമ്മളിങ്ങനെ പറഞ്ഞു പോകാമെന്ന് പറയില്ലേ, അതിനെയാണ് നമ്മളിവിടെ ഇൻഫ്ലക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 55% ബോഡി മൂവ്മെൻറ്റ്സ് ഇതൊന്നും കൂടാതെ വരുന്നത് 38% വരുന്നതാണ് നമ്മൾ പറയുമ്പോഴുണ്ടാകുന്ന സൗണ്ടും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന സ്ലാങ്ങുകൾ, ഒരു സ്റ്റൈല്, പറയുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റൈല്, അതൊക്കെയാണ് ബാക്കി വരുന്ന 38% വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, പറഞ്ഞു വരുന്നത് ഇത്രയാണ്. നമ്മൾ വെർബലി വേർഡ്സ് കൊണ്ട് പറയുന്നേക്കാൾ 10 മടങ്ങ് കൂടുതലായി നിൽക്കുന്നത് ബാക്കി നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സും നമ്മൾ പറയുന്നതിലുണ്ടാകുന്ന ശബ്ദത്തിലുണ്ടാകുന്ന ടോണുകൾ, പറയുന്ന സ്റ്റൈൽസൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ടൈപ്സ്, ദാറ്റ് ഈസ് വിഷ്വൽ ആൻഡ് ഓറൽ. മെയിനായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ മുന്നേ ഫ്ലോ ചാർട്ടിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. വിഷ്വൽ ആൻഡ് ഓറൽ 2 തരത്തിലാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ മീനിങ്, വിഷ്വൽ ആൻഡ് ഓറൽ എന്താണെന്നുള്ള മീനിങ് ആണ് നമ്മളിനി നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മീനിങ് ആയിട്ട് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ് ആയിട്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് തന്നെയാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുമ്പോഴും മീനിങ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് വൺ വരുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. എന്താണ് അതിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ത്രൂ വിഷ്വൽ സിമ്പിൾസ് ആൻഡ് സൈൻസ്. ഇതെങ്ങനെയാണ്? നമുക്ക് കാഴ്ചയ്ക്ക് അല്ലേ, നമ്മുടെ കണ്ണിന് നേരെ കണ്ടിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്നു. അതിനെയാണ് നമ്മളിവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പലതരം സിമ്പലുകളോ ചിഹ്നങ്ങളോ സൈൻസൊക്കെ ആയിട്ടായിരിക്കാം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ്, എന്തൊക്കെയായിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക? വേരിയസ് സിമ്പിൾസ് ആൻഡ് സൈൻസ് ലൈക്ക്, പല നേരത്തെ പറഞ്ഞ പോലെ ചിഹ്നങ്ങളും അതുപോലെ തന്നെ സൈൻസൊക്കെ ഉണ്ടായിരിക്കും ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. പലതരം പെയിൻറ്റിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പലതരം കാർട്ടൂണുകളായിരിക്കാം, ഗ്രാഫുകൾ, അതുപോലെ തന്നെ ചാർട്ട്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള മാപ്പുകൾ, അതിൻ്റെ മോഡൽസ്, പലതരം മോഡലുകൾ, പിന്നെ സ്ലൈഡ്സ്, നമ്മൾ പ്രസൻറ്റേഷൻസിലൊക്കെ ഇപ്പം തന്നെ കാണുന്ന പോലെ തന്നെയുള്ള പലതരം സ്ലൈഡ്സ്, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് എക്സെട്ര. ഇതൊക്കെയാണ് നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇതിൽ എല്ലാം വേണമെന്നില്ല, 1-2 എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. Its main advantage is that receiver can easily remember the message conveyed through the symbols and signs.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ നമുക്കെപ്പോഴും, നമ്മൾ മുന്നേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കെപ്പോഴും കാഴ്ച അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുന്നത് ആയിരിക്കും നമ്മുടെ മനസ്സിലെപ്പോഴും പതിയുക എന്നുള്ളതാണ്. അപ്പോൾ പലതരം ചിഹ്നങ്ങളായിട്ടും ഫോട്ടോഗ്രാഫ്സൊക്കെ ആയിട്ട് ഒറ്റ പ്രാവശ്യം കണ്ടാൽ പോലും നമുക്കത് അത്രയും റിമെമ്പർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേസമയം നമ്മൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത്രയും മനസ്സിലാവില്ല. പക്ഷേ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ നിങ്ങൾ കാണുകയാണ്, അപ്പോൾ ആ പോസ്റ്ററിൽ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പലതരം പോസ്റ്റേഴ്സ് കാണും. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്, അപ്പോൾ അതിൻ്റെ പലതരം പോസ്റ്റേഴ്സ് കാണും. പിന്നെ ഇതിപ്പോൾ നിങ്ങൾ ഫിലിംസ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഇൻ കേസ് ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, അതിൻ്റെ പലതരം പോസ്റ്ററുകൾ കാണും. അപ്പോൾ ഓരോ സിനിമയും അല്ലെങ്കിൽ പുതിയതൊക്കെ വരുന്നു എന്നുള്ള പോസ്റ്ററുകൾ കാണുമ്പോഴാണ് നമ്മൾ ആ കാര്യത്തിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞു കേട്ടിടത്തേക്കാളും ഇപ്പം ഒരു സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടു, ഇന്ന ഒരു സിനിമ വരുമെന്ന് നിങ്ങൾ കേട്ടിരുന്നു, പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഏതായിരിക്കും കൂടുതൽ നിൽക്കുക? നിങ്ങൾ ആ പിക്ചർ കാണുമ്പോൾ അതിലാരൊക്കെയാണ് അഭിനയിക്കുന്നത് എന്നുള്ളതൊക്കെ കാണുക, കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവുക നിങ്ങളെപ്പോഴും ആ പോസ്റ്റർ കാണുമ്പോഴേക്കും. അപ്പോഴാണ് നിങ്ങൾ ഈ ഫിലിം ഒന്ന് കണ്ടു കളയാം, ചിലപ്പോൾ നല്ലതായിരിക്കും എന്നുള്ള ഒരു അസംഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇൻഡയറക്റ്റായിട്ട് അവർ തരികയാണ്. അപ്പോഴാണ് നമുക്കത് കാണാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് നല്ലതായിരിക്കും എന്ന് തോന്നാനും നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നാനൊക്കെയുള്ള കാരണം നമ്മൾ വിഷ്വലി കാണുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് സിമ്പിൾസ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ റോഡ്സിലൊക്കെ നമ്മൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ പാലിക്കുന്ന ഇപ്പോൾ റെഡ് ലൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റൊക്കെ കത്തുമ്പോൾ നമ്മൾ പോകുന്നു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്നു, ഇതൊക്കെ നമ്മുടെ വിഷ്വലായിട്ട് ഒരു തലത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീഡിയംസാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ നമ്മൾ ഇത് ചെയ്യുന്നില്ല. അപ്പം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് സെക്കൻഡ് വൺ നോക്കുക, ഓറൽ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓറൽ എന്ന് പറയുമ്പോൾ സ്പെല്ലിങ് എപ്പോഴും ശ്രദ്ധിക്കുക, AURAL ആണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. നേരത്തെ പറഞ്ഞിരിക്കുന്ന വെർബലിലുള്ള ഓറൽ എന്ന് പറയുന്നത് ORAL ആണ്. എപ്പോഴും അത് നമ്മൾ തെറ്റിച്ചെഴുതരുത് കേട്ടോ. നോൺ വെർബലിൽ വരുന്ന ഓറൽ അല്ല, മറ്റേ അവിടെ വരുന്ന വെർബലിൽ വരുന്ന ഓറൽ, അത് നമ്മൾ ശ്രദ്ധിക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് മെസ്സേജസ് ത്രൂ ദ സെൻസ് ഓഫ് ഹിയറിംഗ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ കാഴ്ചയ്ക്കാന്ന് പറഞ്ഞു, ഇത് നമ്മൾ കേൾവി വഴി, അതായത് സെൻസ് ഓഫ് ഹിയറിംഗ്, കേട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, അത്രയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. There are different oral aids which facilitates oral communication. ഓറൽ കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന പലതരം ഓറൽ എയ്ഡ്സ് ഉണ്ട്. അതായത് ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എയ്ഡ്സ് എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നു അല്ലെങ്കിൽ ഒരു സൈറൻ മുഴങ്ങിക്കൊണ്ട് ഇപ്പോൾ ആംബുലൻസ് ഒക്കെ പോകുമ്പോൾ ഒരു സൈറൻ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു രോഗിയെ കൊണ്ട് അല്ലെങ്കിൽ ആംബുലൻസിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫയർഫോഴ്സിൻ്റെ സൈറൻ കേൾക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത് എവിടെ എന്തോ ഒരു അപകടം നടന്നിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് അവർ പോകുന്നു എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പം നമ്മളിപ്പോൾ റോഡിൽ കൂടെ വരുമ്പോൾ നമ്മളെപ്പോഴും കണ്ടിട്ടായിരിക്കില്ല അല്ലേ, ഇവരുടെ സൈറൻ കേട്ടിട്ടായിരിക്കും നമ്മൾ ഒന്ന് നീങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് സൈഡ് ഒതുക്കി കൊടുക്കുന്നു ഈ ആംബുലൻസിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അത് വരുന്നത് കണ്ടിട്ടല്ല, നമ്മൾ ആ കേട്ടിട്ടാണ്, ആ സൈറൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് അതിന് അനുസരിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ആൻഡ് ലൈക്ക് ക്ലാരിയോൺ, ട്രംപറ്റ് എക്സെട്ര വർ യൂസ്ഡ് ഇൻ ഓൾഡൻ ഡേയ്സ്. ഈ പറഞ്ഞിരിക്കുന്ന ക്ലാരിയോൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ ലൗഡ് ആൻഡ് ക്ലിയർ എന്നുള്ള അർത്ഥമാണ്, ഉറക്കെ അല്ലെങ്കിൽ ഉച്ചത്തിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ ക്ലാരിയോൺ എന്ന് പറഞ്ഞാൽ. അതായത് ട്രംപറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാഹളം മുഴക്കുക അല്ലെങ്കിൽ നമ്മൾ വിളംബര ജാഥ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കുഴൽവിളി നടത്തുക എന്നൊക്കെ പറയില്ലേ, അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതല്ല, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഈ ഉത്സവങ്ങൾക്കൊക്കെയാണ് അങ്ങനത്തെ, അതായത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്, നമ്മളൊരു മെറ്റൽ കുഴൽവിളിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ, അതിൽ കൂടെ സൗണ്ട് പുറപ്പെടുവിച്ച് ഒരു പ്രത്യേക ഒരു അടയാളം കൊടുക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രംപറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. അത് കൂടുതലായിട്ടും പണ്ട് കാലത്ത് ഈ വിളംബര ജാഥകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ അത്യാവശ്യം ഉത്സവങ്ങൾക്കും ഫങ്ഷൻസും മാത്രമേ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 എക്സാമ്പിൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ബെല്ലോ സൈറനൊക്കെ ആയിട്ട് എക്സാമ്പിൾ ഓറൽ കമ്മ്യൂണിക്കേഷന് പറഞ്ഞാലും മതി. ഇതിപ്പോൾ ഈ 2 എണ്ണമൊക്കെ നമ്മൾ പഴയ കാലത്താണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ 2 തരത്തിലാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് മൊത്തത്തിൽ ഓവറോളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഓരോ സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വിഷ്വലിൻ്റെയും ഓറലിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. Non-verbal communication includes the following also. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്
വാട്ട് ഈസ് വിഷ്വൽ ആൻഡ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നോൺ വെർബലിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അത് കൂടാതെ തന്നെ നമ്മൾ പറയുന്ന നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി പറയുന്നത്. അതിൽ തന്നെ വരുന്ന ഓരോരോ കാറ്റഗറീസ്. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ബോഡി ലാംഗ്വേജ്, കൈനസിക്സ് എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് വണ്ണാണ് പ്രോക്സിമിക്സ്, അതുപോലെ തന്നെ ക്രോണമിക്സ്, ഹാപ്റ്റിക്സ്, പാരാലാംഗ്വേജ്, ഫിസിക്കൽ കോണ്ടെക്സ്റ്റ്, സൈൻ ലാംഗ്വേജ്, ദാറ്റ് ഈസ് വിഷ്വൽ ആൻഡ് ഓഡിയോ സിഗ്നൽസ്. ബാക്കി വരുന്നതൊക്കെ പുതിയ ടേംസാണ്. അപ്പോൾ ഈ ഓരോ ടേംസും നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ് ഈ നോൺ വെർബലിൽ വരുന്ന ഈ ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ടേംസും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. First one is body language, that is kinesics. Kinesics means the changes that occur in the body position and movements that show what the person is feeling or thinking. അതായത് ഇവിടെ നമ്മൾ ബോഡി ലാംഗ്വേജിനെ പറയുന്ന മറ്റൊരു പേരാണ് കൈനസിക്സ് എന്നുള്ളത്. ഇത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മുടെ ചേഞ്ചസ് വരിക, നമ്മൾ പല ചിന്തകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ചിന്തകൾ വരുമ്പോഴും നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് നമ്മളിപ്പം പൊസിഷനിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മളിപ്പോൾ ഒന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്ന് നീങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ കാല് കയറ്റി വയ്ക്കുന്നു. അത് നമ്മുടെ അപ്പോഴത്തെ ഒരു ചിന്താഗതി, അപ്പം നമുക്ക് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ്, ബോഡിയിലുണ്ടാകുന്ന ചലനങ്ങളെയാണ്, അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൈനസിക്സ്, അതായത് ബോഡി ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സ്റ്റഡി അബൌട്ട് ദ വേ ബോഡി കമ്മ്യൂണിക്കേറ്റ്സ്. This branch of study is known as kinesics, which means body movements. And ഇതിനെ തന്നെ ഈ ബോഡി മൂവ്മെൻറ്റ്സ് ഇങ്ങനെ നമ്മുടെ ഒരു തിങ്കിങ്ങിനനുസരിച്ച് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന മാറ്റത്തിൽ വരുന്നത് രണ്ട് തരത്തിലാണ്. ബോഡിയിൽ അങ്ങനെ ഒരു മാറ്റം വരുന്നത് രണ്ട് തരത്തിലായിരിക്കും. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ ഈസ് കോൺഷ്യസ്. Conscious movements, postures and voice modulations are deliberately used. Actors are trained for this. നമ്മളിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്താഗതിക്കോ ഫീലിങ്സിനോ അനുസരിച്ച് നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ശരീരം മാറുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് കോൺഷ്യസ് ആയിട്ടും അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടും. കോൺഷ്യസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് എപ്പോഴും അങ്ങനെ വരുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, നമ്മുടെ ഒരു ഭാവത്തിലുണ്ടാകുന്ന ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന രീതികളൊക്കെ മാറുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വോയിസ് മോഡുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഒരു, നമ്മൾ ചിലപ്പോൾ പതുക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശബ്ദം ഉയർന്നു പോകുന്നു, പിന്നെ വീണ്ടും അത് സ്ലോ ഡൗൺ ആവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വിച്ച് ഇസ് ഡെലിബറേറ്റ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഷ്യസ് ആയിട്ട് നമ്മുടെ അറിവോട് കൂടി തന്നെ നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെയാണ് ഇവിടെ കോൺഷ്യസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ടേഴ്സ് ആർ ട്രെയിൻ ഫോർ ദിസ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരുപാട് ഫിലിംസ് കാണുന്നതാണ്. അപ്പോൾ ഇതിൽ ഓരോ ആക്ടേഴ്സും ശരിക്കും പറഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്, അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അവർക്ക് പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരൊരു ഫിലിമിൽ അഭിനയിക്കുമ്പോൾ അവർക്കൊരു തുക കിട്ടുന്നു, അതിനു വേണ്ടി അവർ ആക്ട് ചെയ്യുന്നു. അതായത് അവർ ആ സ്ക്രിപ്റ്റ് വായിച്ച് അവരുടെ കഥാപാത്രമായിട്ട് അവർ മാറുന്നു, അവരഭിനയിക്കുന്നു. അല്ല, അതിന് വേണ്ടിയിട്ടാണ് അവരുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ അവർ മാറ്റം വരുത്തുന്നത് അല്ലേ. അല്ലാതെ വെറുതെ നിന്നിട്ട് അവർ ബോഡി മൂവ്മെൻറ്റ്സ് വെറുതെ ഇടികൂടുക അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, അതുവരെ അവർ നോർമൽ പേഴ്സൺസ് ആണ്. അതായത് ആ ഒരു ആക്ടേഴ്സ് ആകുമ്പോൾ അവർ ഷൂട്ടിങ് തുടങ്ങുന്നത് വരെ അവർ സാധാരണ മനുഷ്യരായിട്ടിരിക്കുന്നു. പക്ഷേ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ കഥാപാത്രമായിട്ട് അവർ മാറി ആ ഡയലോഗിനനുസരിച്ച് അവരുടെ ഇപ്പോൾ എന്താണ് രൂപം മാറ്റുന്നു, ഭാവം മാറ്റുന്നു. പിന്നെ ഫൈറ്റ് സീൻ ആണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നു. അല്ലാതെ 24 മണിക്കൂർ ഒരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. അവർ ആ സമയത്ത് മാത്രമാണ് ചെയ്യുന്നത്. അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അഭിനയം എന്ന് പറയുന്നത് എപ്പോഴും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. ആ സമയത്ത് മാത്രം അത് ചെയ്ത് ബാക്കി സമയത്ത് അവർ നോർമലായിട്ടിരിക്കുന്നു. അതിനെയാണ് നമ്മളിവിടെ കോൺഷ്യസ് ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കോൺഷ്യസ് ബോഡി ലാംഗ്വേജ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് വരുന്നതാണ് അൺകോൺഷ്യസ്. ദേ ആർ ഓഫ് ബയോളജിക്കൽ ഒറിജിൻ, അക്വയർഡ് ഹാബിറ്റ്സ് ആൻഡ് നാച്ചുറൽ കസ്റ്റംസ്.
ദാറ്റ്സ് ഔട്ട് ഓഫ് കൺട്രോൾ ഓഫ് വൺസ് ബോഡി ആൻഡ് മൈൻഡ്. ഇതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം വരുന്നത് നമ്മൾ അറിവില്ല, നമ്മുടെ അറിവോടുകൂടിയല്ല, അൺകോൺഷ്യസ് ആണ്, നമ്മൾ വേറെ ഏതോ ഒരു ലോകത്താണ്. അതായത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ബയോളജിക്കൽ ഒറിജിനിൽ നമ്മളാൽ സ്വയം വളർത്തിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഹാബിറ്റുകളാണ്, നമ്മൾ ദിവസവും തുടർന്നുകൊണ്ട് പോകുന്ന നമ്മുടെ ഒരു ശീലങ്ങളാണ്. അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. അതാണ് നാച്ചുറൽ കസ്റ്റംസ് എന്ന് പറയുന്നത്. നമ്മൾ സ്വയം നമ്മളിൽ അടിസ്ഥാനമായിട്ടുള്ളതാണ്. അതിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളത് അറിയില്ല, അങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതിനാണ് അൺകോൺഷ്യസ് ബോഡി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സിനോ ശരീരത്തിനോ അതീതമായിട്ടുള്ളതാണ്. അതായത് മനസ്സിനോ ശരീരത്തിനോ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഔട്ട് ഓഫ് കൺട്രോളാണ്. നമ്മുടെ മനസ്സ് പറയുന്നത്, അല്ലെങ്കിൽ മനസ്സറിയാതെ ശരീരം അറിയാതെ പലതും ചെയ്തു പോകുന്നു എന്ന് പറയില്ലേ. അതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഒരു ടെൻഷനിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളറിയാതെ ചിലപ്പോൾ നമ്മളൊന്ന് തല ചൊറിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ നമ്മൾ കൈയൊക്കെ ചിലപ്പോൾ വിറയ്ക്കുന്നു, ഷിവറിങ് വരുന്നു. അതൊക്കെ ചിലപ്പോൾ എങ്ങനെയാണ്, അത് നമ്മളറിയാതെ വരുന്നതാണ്. നമ്മൾ അറിഞ്ഞിട്ട് കൈ ആരെങ്കിലും ഇട്ട് ഇങ്ങനെ കാണിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന കൈ വിറയ്ക്കൽ, അതുപോലെ തന്നെ ചിലപ്പോൾ എന്താണ് കണ്ണിൽ വരുന്ന കണ്ണ് ഇങ്ങനെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് പിടിച്ചിരിക്കുക, നമ്മുടെ ഐബ്രോസൊക്കെ ഇങ്ങനെ വല്ലാതെ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുക, പിന്നെ വേർത്ത് പോവുക. പല അവസരങ്ങളും നമ്മുടെ ബോഡി തന്നെ ആ ഒരു മൂവ്മെൻറ്റ്, തല ചുറ്റിപ്പോകുന്നു, അങ്ങനെ പല പല അവസരങ്ങളിലും നമ്മൾ തന്നെ അറിയാതെ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ നെഞ്ചിൽ കൈവയ്ക്കുക, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല. നമ്മൾ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ബോഡിയോ മനസ്സോ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളില്ലേ, നമ്മുടെ ബോഡിയിൽ വരുന്ന മൂവ്മെൻറ്റ്സ്, അതിനാണ് ഇവിടെ അൺകോൺഷ്യസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കൈനസിക്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന മീനിങ്ങിൽ നമ്മൾ എഴുതേണ്ട കാര്യമാണ് കേട്ടോ അത്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ടൈപ്സ് ഓഫ് കൈനസിക്സ് ഇനി നെക്സ്റ്റ് വരുന്നുണ്ട്. സിമ്പിൾ ടോപ്പിക്കാണ്, മനസ്സിലാക്കി പോകണമെന്നേ ഉള്ളൂ. അതിനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് നോക്കാം.